മഴവില്ലേ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എറണാകുളത്തിന്റെ തെരുവ് വീതികളിലൂടെ. നോർമലി ഈ പോക്ക് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. സനുബ്രോയുമായിട്ട് ഒരു ഫുഡ് ബ്ലോഗിംഗ് ആണ് ഈ പോക്കിന്റെ ഉദ്ദേശം. പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സുഹൃത്തുക്കളെ. എന്റെ ഉറ്റ നൻപൻ സനുബ്രോയുടെ ഇളയ സഹോദരൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോൾമി ഷസാം നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് അവരുടെ കൂടെയാണ് സുഹൃത്തുക്കളെ ഞാൻ കറങ്ങാൻ പോകുന്നത്. ഒപ്പം അവരെ രണ്ടുപേരെയും നമ്മുടെ കാർത്തിക് സൂര്യ അൺലീഷ്ഡിലേക്ക് സ്വാഗതം കൂടെ ചെയ്യുകയാണ്. അവരെ രണ്ടുപേരുടെയും കോംബോ എന്തോ എൻ്റെ മനസ്സ് പറയുന്നു അടാറ് ഒരു കോംബോ ആയിരിക്കും. കാരണം അവർ രണ്ടുപേരും ഇതൊരു ഒന്നിച്ചൊരിടത്തും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ തന്നെ ആവട്ടെ അവരുടെ ആദ്യത്തെ ഒന്നിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഉദ്ദേശിച്ച സാധനം മനസ്സിലായല്ലോ, ഒരു ടോക്ക് ഷോ പോലെ. അപ്പോൾ നേരെ നമുക്ക് അവരുടെ ഫ്ലാറ്റിൽ പോവാം, അവരെ പിക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഫ്ലാറ്റിലെത്തി ഗൈസ്. ഇനി കഥാനായകന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എവിടെ എൻ്റെ അളിയന്മാർ? അളിയാ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അളിയനെ കണ്ടുമുട്ടിയിരിക്കുന്നു. വർഷങ്ങളായാടാ. എടാ ഇതെന്തരടാ ഇത്? ഇതെന്തരടാ ഇത് ഇൻസ്റ്റാ 360 X5. നീ പുതിയ ടെക്നോളജി ആയിട്ടാണല്ലോ നാട്ടിലോട്ട് വരുന്നത്. ഇതെന്നെ കിട്ടുമോ? ആണാ? ഹൈ ഗൈസ്. എടുത്തരുത്. ഇതാണോ മറ്റേ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ പെർഫ്യൂം? അയ്യോ ഇത് ഒരു ലൈവ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പെർഫ്യൂമിന്റെ ഏതോ കടയിൽ പോണ സാധനമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ ഇറന്നായിരുന്നു. നിന്റെ ഒരു വീഡിയോ വന്നായിരുന്നടാ, നിനക്ക് ഓർമ്മയില്ലേ? നീ മറ്റേ പ്രീമിയർ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വന്നിരുന്നു. അതിന്റെ അത് കമന്റ് അടിച്ച് എടാ പെർഫ്യൂം ഒക്കെ കിട്ടുവോ, നമുക്ക് എന്നാ കൊണ്ടുവരണം. ആ അത് തന്നെ പ്രീമിയർ. എടാ കൊള്ളാം കാണാം. എടാ 360 ഡിഗ്രി ക്യാമറ ഇങ്ങനെ കറക്കാം. എടാ ഇത്തിപ്പൂര ഇതിനോട് ഒന്ന് കാണിച്ചു പറ, ഇത് എന്തിനാണ് സെറ്റപ്പ് ഒന്ന്. ഇതാണ് ഇൻസ്റ്റാ 360യുടെ പുതിയ 360 ഡിഗ്രി ക്യാമറ. നമുക്ക് ഇതുപോലെ ലോകം മൊത്തം കാണിക്കാം, മോളിലും താഴെ. നിന്റെ കാർ മൊത്തം കാണാൻ പറ്റില്ല. സൂപ്പറാണ്. 8K വീഡിയോ റെക്കോർഡിംഗിലാണ് പോണത്. 8K പിന്നെ നമുക്കിപ്പോ വ്ളോഗ് എടുക്കണമെന്ന് വെച്ചോ, സിംഗിൾ ലെൻസ് അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാവേ. സിംഗിൾ ലെൻസ് അടിച്ചു കഴിഞ്ഞാൽ വേണ്ട ഒന്ന് ഈ ഒരു ഇരുട്ടാണ്, വെളിച്ചം. രാത്രി ഇതാണ് വിഷയം. പക്ഷെ വ്ളോഗിനുള്ള രീതിയിൽ കാണാം അല്ലേ. പക്ഷെ നമ്മൾ ഈ ഇരുട്ട് ബാക്കി വരുമ്പോ എടാ ഇരുട്ട് വാക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഐഫോൺ പോലും ഉപയോഗിക്കാതെ പാതിരാത്രി ഈ ക്യാനൻ പൊക്കി പിടിച്ചോണ്ട്. ഇഷ്ടപ്പെട്ടടാ. എത്ര നാളായി അവന്റെ ഒരു കൊണച്ച ഒരു ആപ്പിളും കൊണ്ട് നടക്കുക. ഇത് രാത്രി മാത്രമേ ഉള്ളൂ, രാവിലെ മൊത്തം ആപ്പിളാണ്. ഇത് ഫുൾ ടൈം എടുക്കണതാണ് നല്ലത്. ആ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കുറച്ചും കൂടെ വേണം. ഇല്ല ഗൈസ്, രാവിലെ ഒക്കെ വ്ളോഗ് എടുക്കാൻ ബെറ്റർ ഐഫോൺ തന്നെ. എടാ അപ്പൊ തന്നെ ബ്ലർ ആയിപ്പോ ഇനി ഇത് പറഞ്ഞ സമയത്ത് തന്നെ. ഗൈസ് രാവിലെ ഒക്കെ വ്ളോഗ് എടുക്കാൻ ഐഫോൺ ആണ് ബെറ്റർ. രാത്രി ഇതാകുമ്പോഴത്തേക്ക് ഗ്രെയിൻ ഇല്ലാതെ കിട്ടുവാടാ. നല്ല ക്ലാരിറ്റി ഇല്ലേ? രാവിലെ ഇത് തന്നെ എടുക്കണതാണ് നല്ലത്. ഞാൻ ഒരു കാര്യത്തിന്റെ അടുത്ത് ചോദിക്കട്ടെ, എന്റെ ഫുഡ് ബ്ലോഗർ എങ്ങനെയുണ്ട്? കൊള്ളാം. നീ ഇത്രയും നാള് സാനി വാ തുറക്കും നമ്മളെ ഇടയിൽ. അതെ, ക്യാമറ ഓൺ ചെയ്ത സാനി മിണ്ടൂല. സനിയുടെ പ്രശ്നം. ഇവന്റെ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു ഗൈസ്. സനു ബ്രോ ഒന്ന് ആക്റ്റീവായി കാണണമെന്നുള്ളത്. എന്തായാലും ഫുഡ് അടി വിത്ത് അതെ കാർത്തിക് സൂര്യ, ഫുഡ് ബ്ലോഗിംഗ് വിത്ത് കാർത്തിക് സൂര്യ. നിന്റെ ഞാൻ പെട്ടെന്ന് ഫുഡ് ആടി എന്നൊക്കെയാണ് കേട്ടത്. മറ്റേ നീ എഴുതി വെച്ചപ്പോഴേ ഫുഡ് അടിയെന്നാണ് ഉദ്ദേശിച്ചത്. എടാ പക്ഷെ അത് വേണമെങ്കിൽ സനു ബ്രോക്ക് ഒരു പേരിടാ, ഫുഡ് ആടി. അത് നല്ല പേരാണ് ഗൈസ്. നിങ്ങൾ സജസ്റ്റ് ചെയ്യ്, ഫുഡ് ആടി എന്നും പറഞ്ഞൊരു പേജ് വരും. എടാ ഞാനൊരു പോഡ്കാസ്റ്റ് തുടങ്ങി. നീ അറിഞ്ഞില്ലേ? ആരാ എന്റെ അടുത്ത ഗസ്റ്റ്? പേരെന്താണാവോ? പോഡ്കാസ്റ്റിന് ഇന്റർലെക്സ് പാർട്ട് എന്നാണ്. അല്ലല്ല ഇന്റർലെക്സിന് ഒരുപാട് ഓർമ്മകളാണ്, അതുകൊണ്ട് ഇന്റർലെക്സ് ഞാൻ എടുക്കണില്ല. ലൈറ്റ് ഇട്ട ജില്ലനായിരിക്കും അല്ലേ? എടാ പോഡ്കാസ്റ്റിന്റെ പേരാണ് കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. ഞാൻ എന്നെ അങ്ങനെ കാർത്തിക് സൂര്യ അൺലീഷ് ആവുന്നു. അവള് അനന്തുന്റെ കൂടെ പോയാ? വിളിക്കണോ? അല്ല ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ അവള് പോസ്റ്റ് ആവൂടാ. അല്ല ആരാ എന്റെ അടുത്ത ഗസ്റ്റ്? ഞാൻ തന്നെ. കൂടെ സനി. സനി പേടിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ വടി പിടിച്ചിരിക്കണേ. പേടി എന്ത് പറയും, എന്ത് ചെയ്യും എന്നൊക്കെ. അതൊക്കെ ചുമ്മാ നീ നോക്കുക. അത് നൈസായിട്ടൊരു ഒരു ഓളത്തിൽ നമ്മൾ സനിപ്രകടനം കൊണ്ടുപോയാൽ മതി. അത് നോയിക്കോ. നീ കൊണ്ട് ഇരുട്ടത്തോട്ട് നിന്നാലും ഇതിൽ കിട്ടുവോളം തോന്നുന്നു. അമ്മ കണ്ട ഇപ്പൊ ക്ലിയർ സാധനം വന്നില്ലേ? അത് ഉച്ചീന്ന് ലൈറ്റ് വീണോണ്ടിരുന്നോണ്ടാടാ.
ഇപ്പൊ കറക്റ്റ് സാധനം ഇല്ലേ? നല്ല ക്ലാരിറ്റി ഇല്ലേ? ഈ ക്യാമറയ്ക്ക് ഇങ്ങനെ പല ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ബ്ലോഗിൽ പറയുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് പരിപാടി നിർത്താം. അതെ അളിയാ, ഞാൻ യോജിക്കുന്നു. വല്ല മുട്ടായിയോ കരടിയുടെ ബൊമ്മയോ അങ്ങനെ കൊടുത്തിട്ട് അനിമേ ബൊമ്മയോ അങ്ങനെ കൊടുത്തിട്ട് മാങ്കയോ പറയട്ടെ. ഞാൻ പറയട്ടെ എന്നിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വല്ല നല്ലവർക്ക് വല്ലോ എന്തെങ്കിലും ആ കാശുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാം. അതെ, അതാകുമ്പോ നമുക്ക് നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തെങ്കിലും നല്ല ഒരു ബെനിഫിറ്റ് വരുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്റെ വീടും പെരേഡും ഒക്കെ അവൻ എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ പിന്നെ അവസാനം ലോൺ എടുക്കാൻ നടക്കും. എനിക്ക് ലോൺ കിട്ടൂല. യൂട്യൂബർമാർക്ക് ലോൺ കൊടുക്കാറില്ല. ഞാൻ അവസാനം ദുബായിൽ നിന്നൊക്കെ ഷേക്കിന്റെ കാലൊക്കെ പലതും ഷേക്ക് ചെയ്തിട്ട് ഞാൻ അവസാനം ലോൺ ഉണ്ടാക്കണം. അതൊക്കെ വലിയ സീനാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഈ വർഷം എന്റെ ഫൈനൽ ഈ എന്റെ ബർത്ത്ഡേ മുതൽ തുടങ്ങാം. എക്സ്ട്രാ വാഗന്റ് അല്ലല്ല എന്റെ ബർത്ത്ഡേ അങ്ങനെ പറയല്ലേ, അങ്ങനെ വേണ്ട. എന്നാ ഒരു കാര്യം ഞാൻ ചെയ്ത് എന്റെ മേളിലോട്ട് നീ ചെയ്യില്ല. അതാണ് അതുണ്ട്. ഓക്കെ, അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അടുത്ത വർഷം തൊട്ട് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ടു അതർ പീപ്പിൾ. അതെ, അത് ഞാനും എഗ്രി ചെയ്യുന്നു. കാരണം അർഹതപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ബിക്കോസ് നമ്മൾ ഒരു ഫൺ രീതി തുടങ്ങിയതാണ്, പക്ഷെ പോകുന്നു. ഒരു മാങ്കയിൽ തുടങ്ങിയതാടാ ഫുഡ് ബ്ലോഗർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ സനിബ്രോ സനിബ്രോ പോഡ്കാസ്റ്റിന് റെഡിയാണോ? റെഡിയല്ലേ? സനിബ്രോയുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് അല്ലേ? സനിബ്രോ ഞാനും യവനും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു പോഡ്കാസ്റ്റിലൂടെയാണ്. ഞാൻ വന്നിട്ടുണ്ടല്ലോ. സനിബ്രോ ഒന്ന് സൈഡിലുണ്ടായിരുന്നു. സനിബ്രോ അന്ന് ഓർമ്മയില്ലേ, ഞാൻ അവിടെ വന്നിരുന്ന് ഇവന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുകയല്ലേ. അതെ, ഇപ്പം സനിബ്രോ ഫോർ ഫ്രണ്ടിലായി. പിന്നെ എന്തിനാണ് എന്റെ ഫുഡ് ബ്ലോഗിങ്ങിന്റെ മുഖമാണ് നിങ്ങളിപ്പോ. ഇവിടെ എന്ത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാരുണ്ടല്ലോ. ഞാൻ സനിത്ത് പറഞ്ഞു, അവര് ഈ എരികേറ്റ് വിടുന്നത് സനിയെ ഫുഡ് അടിപ്പിക്കാനാണ്. അത് വേണ്ട, അവര് പലതും പറയും. എനിക്ക് അത്രേ പറയുള്ളൂ. പക്ഷേ സനിബ്രോ ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ നമുക്ക് സെറ്റ് ആക്കാം. എന്തിന്റെ റിവ്യൂ? അത് ഇതിന്റെ 360 ഡിഗ്രി ക്യാമറ ഞാൻ കണ്ടിരുന്നു രാവിലെ വലിയ തന്നെടാ. ഞാൻ മറ്റേ ഇതിന് പോയി ലോഞ്ചിന് പോയിട്ട് ഞാൻ എന്റെ വാ തുറക്കാൻ വയ്യ. അപ്പുറത്തിരുന്ന് ഇൻസ്റ്റയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ മറ്റേ സാധനമല്ലേ ഇന്ന് പറയാൻ സാധനം. നമുക്ക് സമാനായിട്ടിരുന്ന് സംസാരിച്ച് ഫാമിലി നിങ്ങളുടെ സ്നേഹമാണ്. എന്നെ കോനടിച്ചു തുടങ്ങിയ കമന്റ് ബോക്സ്. ഇങ്ങനെ കമന്റ് എല്ലാം വായിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ഇട്ടോളാം. ചിലര് പറഞ്ഞു ഞാൻ അതിന്റെ അകത്താണെന്നുള്ളത് മനസ്സിലായി. അല്ല, എല്ലാ കമന്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നെ പറ്റി നല്ലതല്ലേ പറയുന്നത്. ചോദിക്കട്ട് ഇന്ന് ബർത്ത്ഡേ വ്ളോഗർ എങ്ങനെ ഉണ്ടായിരുന്നു? കാണാൻ സമയം കിട്ടിയ? ഓക്കെ, കണ്ടിട്ട് പറഞ്ഞാൽ ആദ്യം കണ്ടതേ ഉള്ളൂ. പ്ലാനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ലേ, നല്ലപോലെ ഞെട്ടി ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് ഈ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. അപ്പൊ നല്ല ഹാപ്പി ആവും കഴിച്ച് ഞാൻ. ബാക്കിയുള്ള ദിവസം നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഞാൻ പുറത്തു പോലും ഇറങ്ങാറില്ല. വീട്ടിന്റെ അകത്ത് ഇങ്ങനെ അടയിരിക്കലാണ് എന്റെ പരിപാടി. ഇതാരാ? കണ്ട്രാക്കോ? എന്താണ് അതിന്റെ പേര്? നീ ഇത്ര വിളിക്കണത്? ആണാ? അരവിന്ദിന്റെ ആളാണ് അവൻ. ഓ, അന്ന് നീ ഉണ്ടായിരുന്നല്ലേ? അതെ 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 കേസ്. നമ്മൾ എന്റെ സ്റ്റുഡിയോയിലോട്ട് പോവാണ് കേസ്. സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ആയടാ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എനിക്കറിയാം സനൂർ, അത് ശീലമായി. ഞങ്ങൾ ശീലമായിപ്പോയി. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഓ അളിയാ, താങ്കടാ. മുടിയൊക്കെ നോക്കൂ, മുടിയൊക്കെ മുണ്ടൊക്കെ കൊടുത്ത് ഒരാളാണ് നീ. നിങ്ങൾ കണ്ടു ഇനി 2 മാസം ഞാനും അതന്നെ മുണ്ട് വിത്ത് ബ്ലാക്ക് ഹിന്ദു കല്യാണത്തിന് ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു അത് വെള്ള ഷർട്ട് മുണ്ടും ആയിരിക്കും. ഞാനല്ല, അത് നീ. ഓ, ഈ കല്യാണം കൂടാൻ പറഞ്ഞവര് ഒരു അറ്റയർ ഉണ്ടല്ലോ, നല്ല പട്ട് ഷർട്ട്. ആ പട്ട് ഷർട്ടാണ് ഞാൻ പൊളിക്കും കൈസ്. അപ്പം മുന്നേ പൊളിയാണ് മുന്നേ. വരും മുന്നേ. ഓക്കെ, ഞങ്ങൾ പോട്ടെ മുന്നേ. സനിബ്രോ വണ്ടി എടുക്കൂ.
എടാ നീ ഫ്രണ്ട് ഇരിയണ ബാക്ക് ഇരിയണ? നീ ഫ്രണ്ട് ആ ഓക്കെ. ഞാൻ പറയായിരുന്നു ആൾക്കാരുടെ ഫുഡ് ബ്ലോഗിങ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇന്ന് വേറെ പരിപാടിയാണെന്ന്. ഫുഡ് കഴിക്കാം. നിങ്ങൾ കഴിച്ച ഫുഡ് കഴിച്ചാ? കഴിച്ചില്ല. മറ്റേ അവള് ആരടാ? അമ്മു 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 കോമഡി ആരടാ? എടാ നീ വ്ളോഗ് കാണാറുണ്ടോടാ? അല്ല അല്ലടാ, നിനക്ക് ടൈം കിട്ടുമോ എന്ന് നിന്റെ അടുത്ത് കുറെ നാളായിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാൻ എന്നെ നിർബന്ധിച്ച ആൾക്കാരിൽ ഒരാൾ സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം ശാസ്ത്രം. അല്ല നിന്റെ കമന്റ് കാണാറുണ്ട്, എന്നാലും ഞാൻ ആകെ കാണുന്ന കുറച്ച് പേരിൽ ഒരു വീഡിയോ നിന്റെയാണ്. ലഭ്യളിയാ ആകെ ഞാൻ എനിക്ക് വളരെ വിഷമമാണ് നമ്മളുടെ ഇടയില് OG യൂട്യൂബർമാരൊക്കെ എവിടെ എന്നുള്ള ചോദ്യം. അങ്ങനത്തെ ഒരു OG അല്ലെങ്കിലും നീ ഒരു, പക്ഷെ ഞാൻ പറയുകയാണ് കൊറോണ കഴിഞ്ഞിട്ട് വന്ന ഓജിയാണ്. ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ളവരെയൊന്നും ഈ വൃത്തികെട്ടവന്മാര് സജസ്റ്റ് ചെയ്യാത്തതാണോ ഇവരൊന്നും ഇടാത്തതാണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം യൂട്യൂബ് പൊതുവെ ലോങ് വീഡിയോസ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല. എന്റർടൈൻമെന്റ് വരും. ഞാനല്ലേ അളിയാ എന്റർടൈൻ ചെയ്യാൻ നിങ്ങളെ. അതെ, നീ ഉണ്ടല്ലോ ടെക് വഴി എന്റർടൈൻ ചെയ്യാൻ. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം, നോക്കാം. ഏറ്റവും വലിയ എന്റർടൈനർ വരുന്നുണ്ട് ഗൈസ്. അതെ അതെ, കോൾ മീ ഫ്ലാഷ്. എന്നെ പോറ്റെ എന്താ പറയാ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് മിണ്ടായിരിക്കുന്നത്. മറ്റേ മണ്ണ് വാരി തിന്നുന്നത്. എന്ത് എടാ 10,000 പേരുണ്ടടാ. 10,000 പേര് നീ മറ്റേ ഇവിടെ ISL-ലാണ് നീ കല്യാണം നടത്താൻ പോണത്. എടാ ബന്ധുക്കളുണ്ടടാ. 2,000. ഓ നീ എന്തൊരു വിചാരിച്ചു ചെയ്യണ എന്റെ കുടുംബത്തെ കുറിച്ച്? എന്തൊരു കുടുംബമാണ്. അത് ആരെങ്കിലും വിളിക്കാതായി കഴിഞ്ഞാൽ അവർക്ക് പരിഭവമാവൂടാ. അതുകൊണ്ട് എല്ലാരെയും വിളിച്ചാലേ പറ്റുള്ളൂ നമുക്ക്. പിന്നെ നമുക്ക് ഞാൻ മറ്റേ കമന്റിൽ പറഞ്ഞുള്ള ടോപ്പ് രാമൻ വാങ്ങിച്ചു കൊടുക്കുക കല്യാണത്തിന്. ടോപ്പ് രാമേനാ? സദ്യ ഇലയില് ഒരു രാമൻ. എടാ ഇല്ല, നമ്മള് തീരുമാനമായി. നമ്മള് കല്യാണരാമ സെറ്റപ്പ് പിടിക്കാൻ പോയി. നമ്മള് ഫുഡ് സ്വന്തം, ഐ മീൻ ഞങ്ങളല്ല അതിനുള്ള 2,000 അല്ലേ ആക്ച്വലി 2,000 കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിൽക്കും. എന്തരടാ കല്യാണത്തിന് സദ്യ? പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കും. ഓ അവൻ നമ്മുടെ ആളുണ്ടാക്കും. അപ്പൊ മറ്റേ കല്യാണരാമ സെറ്റപ്പ് ആയിരിക്കും തലേ ദിവസം വീട്ടില്. എടാ നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ വൈബായിരിക്കും. നിനക്ക് പോയി ഞാൻ കല്യാണത്തിന് കാണും കേട്ടോ, റിസപ്ഷൻ ചിലപ്പോ കാണൂല. അതെന്താ? എനിക്ക് കുറച്ച് പരിപാടി എങ്ങോട്ട് വരും തിരിച്ച്. ആണാ? ഓക്കെ, കല്യാണം പക്ഷേ നമുക്ക് തകർക്കാം, പൊളിക്കും നമ്മൾ, പൊളിച്ചെടുക്കും. ഞാൻ ആ മാഹി മച്ച എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ എന്തിനാണ് എനിക്ക് ആ ഫുഡ് തിന്നണമെന്നുണ്ട്. നിന്റെ 2,000 അത് തിന്നെ സനുപ്ര തിന്നിട്ട് പോയാ മതി. 800 പ്ലേറ്റ്. 800 രൂപ എന്നല്ല 250 രൂപയുടെ പ്ലേറ്റ്. 250 രൂപയുടെ പ്ലേറ്റ് ഞാൻ ആ കമന്റിലൊക്കെ വായിച്ചു. എല്ലാവരും 250 രൂപ എന്തോ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ സനുപ്ര നമ്മൾ ഉണ്ടാക്കുകയാണെന്ന്. പക്ഷെ എന്നാലും കിട്ടും. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അത് സെറ്റ് ആയിരിക്കും സാധനം. നോക്കിക്കോ, ഉറപ്പ്. കാരണം നമ്മൾ അവിടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാറ്ററിംഗ് സർവീസ് കേറ്ററിംഗ് സർവീസുകാരുടെ 800. എന്റെ ഫ്രണ്ടിന്റെ 800 പോരാ. നിങ്ങൾ ഒരുമാതിരി VVIP ആൾക്കാരുടെ പോയി ചോദിച്ചിട്ട് ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാ. അതെ, അവർ ഹോട്ടലിലെ കണക്കായിരിക്കും. 16 ലക്ഷം രൂപ ഫുഡിന് മാത്രം. 16 ലക്ഷം രൂപ ഫുഡാ? അതാണ് ഞാൻ പറഞ്ഞത്. അത് കടുത്തു പോകുന്നു. പിന്നെ സനി ബ്രോ 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിനക്ക് ടൈൽസ് ഇടാൻ പറ്റും. എന്തിനാണ് പറ്റുമോ? 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ലിഫ്റ്റ് വെക്കാൻ പറ്റും. 16 ലക്ഷം അങ്ങനെ എന്തോ വരുവാടാ. എസ്കലേറ്റർ നോക്കിയാ നീ? എസ്കലേറ്റർ എന്തൊരു പുഴുകി തിറ്റാ ഞാൻ എസ്കലേറ്റർ നോക്കണത്. സ്റ്റെപ്പിന് ഒരു എസ്കലേറ്റർ കൂടെ അപ്പൊ സെറ്റാ. കണ്ണ ഇവിടെ ഉണ്ടോ? അവൻ എറണാകുളത്തുണ്ട്. അവൻ കൊച്ചായി. ഇപ്പൊ അവനെ കിട്ടാൻ പോലും ഇല്ല. ഓ ആലുവയില്. വിളിക്കണോ അവനെ? വിളിയടാ വിളി. അവൻ വരും. അതിന്റെ അടുത്ത് ഞാൻ കുറെ നാളായിട്ട് കാണുന്ന പോലും വെറുപ്പാണ്. ഞാൻ ബ്ലോഗിൽ വേണമെങ്കിൽ പറയും വൃത്തികേട്ടവൻ വരും അഡ്രസ് വരെ അയച്ചു കൊടുത്തിട്ട് വന്നില്ല. അവൻ എന്ത് ചെയ്താ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച ഞാൻ PC സെറ്റ് ചെയ്യാനായിട്ട് ഗെയിമിന്റെ സംഭവത്തിന്. ദാ വരുന്നളിയാ, ഒന്ന് വരുവളിയാ, നാളെ വരുവളിയാ. ഇത് തന്നെ പറഞ്ഞേക്കണം 30-ാം തീയതി വരുമെന്നാണ്. ഞാൻ അതുവരെ ഇങ്ങനെ നോക്കിയാണ്. വരൂല, നോക്കണ്ട. നീ നല്ല ഐഡിയ. ഇപ്പൊ അവനെ വിളിച്ചു വരുന്ന 2 കോടി വെക്കാനെ. മോഡറേറ്ററിനെ ഇന്നലെ എന്റെ പോഡ്കാസ്റ്റിന് വന്നിരുന്നു ദിലീപേട്ടൻ വന്ന സമയത്ത്. ഓ
എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റ്? നല്ലായിരുന്നു തോന്നണ്ട. ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ എടുത്ത് സംസാരിച്ചടാ. എന്താ സനുപ്ര, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എല്ലാം മറന്നു പോയടാ അത് കഴിഞ്ഞപ്പോ. അബോധാവസ്ഥയിലായിരുന്നു പോഡ്കാസ്റ്റ്. എനിക്ക് അങ്ങനെ സംശയമുണ്ട്. എന്താണ് 2K കിഡ്സിനെ പോലെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? പോടാ പറ്റി. ഒന്നും ഇല്ലാന്ന് പറയുന്നു. എടാ അതല്ല, ഐ മീൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നടാ. കാരണം ലാലേട്ടൻ അതാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഹൃദയാഘാതം വരും സുഹൃത്തുക്കളെ. ഞാൻ കണ്ടില്ലടാ, കാണാൻ പോലുള്ള സമയം കിട്ടിയില്ല. ആണല്ലേ, കാണാം ഗൈസ്, എന്തായാലും തുടരും കാണാം. ഇനി ഒന്നും പറയണ്ട, ഞാൻ വേണ്ട. അങ്ങനെ കണ്ണം തിരിവ് കാണിക്കല്ലേ സരിബ്രോ. വേണ്ട. എടാ പോടാ തെണ്ടി, നീ മറ്റേ റിവ്യൂവിൽ പോയി പറയടാ, ഇവിടെ വന്നിരുന്ന് പറയാതെ. ആണല്ലേ, പുഷ്പ 2 വട്ടം കണ്ടതിനാണെങ്കിൽ പ്രതികാരം ചെയ്യാം. പുഷ്പ 2 അല്ല 3 വട്ടം കാണാനുള്ള ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തു. നല്ല പടമായിരുന്നു സനിബ്രോ, നല്ല പടമാണ് സനിബ്രോ. 3 ദിവസം OTT കാണാം. 3 ദിവസം ഇരുന്ന് കണ്ട പടം OTT ഇല്ല, തീരുന്നില്ല ഈ സാധനം. തീരാത്തൊരു പടം. മറ്റേതാണ് ലാലേട്ടൻ 144p ആണ് നടക്കണത്. പക്ഷെ നല്ല പടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇരിക്കുന്ന ക്രൗഡ് അത്ര ശരിയല്ല സുഹൃത്തുക്കളെ. ഞാൻ കുറച്ചുകൂടെ പുഷ്പ 3 തവണ കണ്ടവനാണ്. സന്ദീപിന് ഇഷ്ടപ്പെട്ടു എന്റെ കൂടെ വന്നത്. സന്ദീപ് അതേ പറയൂ, സന്ദീപ് അങ്ങനെ പറയൂ. പോടാ, സന്ദീപിന് ഇഷ്ടപ്പെട്ടോ? അതാണ് അവൻ നിന്റെ കൂടെ കൂടി അവനും പോയത്. വീട്ടിൽ പോയതിനു ശേഷം ഗൺ പോയിന്റ് കൊണ്ടുപോയാൽ നീ ഒരുമാതിരി ആട് മേയ്ക്കാൻ പോകണമെങ്കിൽ ഇരിക്കണ ഷാസ കമ്പും പിടിച്ചോണ്ട്. നീ ഇങ്ങനെ ഒരു വാക്ക് നേരത്തെ പറയണ്ടേടാ. ലുക്കില് വന്നത് എന്തൊരു എടാ ചില്ലായിരിക്കും പോഡ്കാസ്റ്റ്. അതൊക്കെ നമുക്ക് എഡിറ്റിംഗ് പിടിക്കാൻ സാധനം ബ്രോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് പോഡ്കാസ്റ്റിലല്ലേ. നേരത്തെ പറഞ്ഞ കഞ്ഞി പോഡ്കാസ്റ്റ് ആണ്. കഞ്ഞി പോഡ്കാസ്റ്റ് അല്ലേ നമുക്ക്? അതെ, കഞ്ഞി നമുക്ക് എരിശോരിയും കൂട്ടി അടിക്കാൻ സനി ബ്രോ. അതെ, എനിക്ക് സന്തോഷം. വെച്ചടി കയറ്റമാണ് സനി ബ്രോ. ഇപ്പൊ എന്റെ വ്ളോഗ് ഭയങ്കര ലാശിയാണ്. സെറ്റ് അല്ലേടാ? ഞാൻ പാതി കണ്ടുള്ളൂ എന്റെ ബർത്ത്ഡേ സാധനം. ബാക്കി കൂടെ ഇന്ന് കാണണേ, സമാധാനം കിട്ടിയില്ല. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് സോനുവിന്റെ അടുത്ത് പറഞ്ഞേ കഫിക്കാന മതി. എന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ കോഫി വല്ലതും കുടിക്കണ പോലെ ഫുഡ് ബ്ലോഗിങ് പരിപാടി സെറ്റ് ചെയ്യാൻ. പക്ഷെ കറക്റ്റ് സനിയെ കൊണ്ട് തന്നെ അത് സെറ്റ് ആയില്ലേടാ. നമ്മൾ ഒടുക്കത്തെ പ്ലാനിങ് ആയിരുന്നു, അടിപൊളി മുടിഞ്ഞ പ്ലാനിങ് ആണ്. എങ്ങാനും സനി ബ്രോ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ അഴിവിയാണ് ഇവിടെ ഇരുന്ന്. ഇല്ലടാ, ഒരിക്കലും ഞാൻ അവിടെ അടുപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കോഫിന്ന് കേട്ടപ്പോ നമ്മുടെ തലയിൽ, എന്റെ തലയിൽ അതല്ലേ വരുള്ളൂ. ബിക്കോസ് അവിടുത്തെ മറ്റേ കഫേ റേവ് പാർട്ടിയും മറ്റേതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഫിക്കാനെ പറഞ്ഞിരുന്നപ്പോ ഇവര് കോഫി എന്ന് പറയുമ്പോ നമുക്ക് കഫിക്കാനെ പോവാം എന്നുള്ള. എന്തായാലും അത് ഞങ്ങളുടെ ഏറ്റവും നല്ല മെന്റൽ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു സാധനമായിരുന്നു. നല്ല ഇവന്റ് മാനേജേഴ്സ് ആവാനുള്ള സ്കോപ്പ് ഉണ്ട് ഗൈസ്. അതെ, സമയം മാത്രമില്ല ഗൈസ്. സർപ്രൈസ് പാർട്ടികൾ കൊടുക്കാൻ. എന്താണ് ഒരു സ്വന നീങ്ങി വരുന്നത്? എന്തോ ഒരു വലിയ സ്വന നീങ്ങി വരുന്നു ഗൈസ് ഇങ്ങോട്ടേക്ക്. ക്യാമറയോ? എന്നിട്ട് ഡാൻസ് കളിക്കുന്നില്ലല്ലോ. ആരും ചിരിച്ചില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാണ് ഗൈസ്. അല്ല, അത് നിങ്ങൾ ചിരിച്ചിരുന്നെങ്കിൽ അതങ്ങ് പാസ്സായി പോയേനെ. തൽക്കാലത്തേക്ക് ഞാൻ അഴിവ് ഗൈസ്. ഇനി കുറച്ചങ്ങോട്ട് പോയിട്ടൊക്കെ ഞങ്ങൾ വരാം. ഗൈസ് ഒരു വലിയ മണ്ടത്തരം പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. അതെ ഒരു ഭാഗ്യം. അതെ, പറഞ്ഞിരുന്നെങ്കിൽ സ്മൂത്ത് ഡ്രൈവർ ആയ നിന്റെ ഭാഗ്യം. എടുത്തോണ്ട് വരണ കേസ്. ഈശ്വരാ, ഇത് ഗൈസ് ഇത് ഓൾമോസ്റ്റ് എടപ്പള്ളി വരെ വന്നത്. ഇതിപ്പോ നമ്മൾ എവിടെ എത്തി? എടപ്പള്ളി എത്തിയാ? ഇല്ല, എത്താൻ പോണ്. വൈഫർ ഇട്ടിരുന്നെങ്കിൽ ഇത് സൈഡിൽ കൂടെ പോയാലും സ്കൂട്ടറുകാരന്റെ കൈ ഇരുന്നത്. അതെ, അതിന് പ്യുവർ എക്സസോ പാക്കോ റബാന നല്ല ബ്രാൻഡാണ്. ഇവരുടെ അല്ലേടാ 1 മില്യൺ ഒക്കെ ആണോ അടിക്കാൻ ഗൈസ്. ഇനി ഇതും അടിച്ചോണ്ടായിരിക്കും നാളെ ഞാൻ ഫ്ലോറിൽ കയറണത്. അപ്പൊ മഞ്ജു ചേച്ചി പറയും നല്ല മണം എനിക്ക് ഇഷ്ടപ്പെട്ട് താന്നും പറഞ്ഞ് എടുത്തോണ്ട്. പക്ഷെ ഞാൻ കൊടുക്കൂല ഗൈസ്, ഐ വിൽ നോട്ട്. ഞാൻ പറയും ഇത് കലക്ക് സാധനമാണ് ചേച്ചി, തരൂലെന്ന് പറയും. 30-ാം തീയതി
30 ബിക്കോസ് എന്റെ കയ്യില് ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. പ്രോപ്പർ ആയിട്ട് അവിടെ കൊണ്ട് എത്തിക്കാം. ഓർപ്പിക്കുന്ന കാര്യം ഞാൻ എത്തിച്ചോളാം. നിനക്ക് ഭയങ്കര മറവിയാടാ. എനിക്ക് ഭയങ്കര മറവിയാടാ. ആണല്ലേ? ഞാൻ ഓർപ്പിച്ചോളാം. ആ സാധനം അതേപോലെ അവിടെ നിന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ റെഡിയാക്കാൻ. അത് പെട്ടെന്ന് അവിടെ ഇരിക്കണ ഞാൻ ഇല വല്ലോ ആണ് ഇരിക്കണേന്ന് പറഞ്ഞാണ് ഞാൻ നോക്കിയത് കേട്ടാ. അത് നിങ്ങൾ കാണുകയും ചെയ്താ. ചുമ്മാ ഏതോ ഒരു സാധനം എന്റെ ദൃഷ്ടി ബ്ലോക്ക് ചെയ്തെന്ന്. നിങ്ങളത് കാണുമോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയണമല്ലോ. നമുക്ക് പോണ വഴിക്ക് കഴിക്കണോ കഴിഞ്ഞിട്ട് കഴിക്കണോടാ? കഴിച്ചിട്ട് പോയാ പോവാം. സ്റ്റുഡിയോ ഇത് സ്ഥലത്തിന് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും. കമ്പനിപ്പടി എന്ന് പറഞ്ഞാൽ ആലുവയ്ക്ക് തൊട്ടിപ്പുറത്തടാ. ആലുവ എത്തണ്ട അതിന് മുന്നേ. അതെ, കാൽടെക് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ. അപ്പൊ അതിനകത്ത് നമ്മൾ സെറ്റ് ഇട്ട് അവരുടെ സ്റ്റുഡിയോക്ക് അകത്ത് ഞാൻ സെറ്റ് ഇട്ട്. അത് ഇപ്പം ഒരു 5-6 എപ്പിസോഡ് എടുക്കാൻ നോക്കുവാടാ. എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുക്കണം. ഇത് പെട്ടെന്ന് കിട്ടിയാടാ ദിലീപേട്ടനെ. അപ്പം എന്റെ മനസ്സിൽ ഈ സാധനം കുറെ നാളായിട്ടുണ്ട്. അപ്പൊ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തതാണ്. ആരെടാ? നസ്ലിനൊക്കെ വിളിക്കാം അല്ലേ? പോഡ്കാസ്റ്റിൽ വളരെ കുറച്ച് പേരൊക്കെ ദിലീപേട്ടൻ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആയിരുന്നു. എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. അതെ, സനി ബ്രോയുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. ഷാരുവിന്റെ അല്ല, ഷാരു മറ്റേ ഇന്റർവെക്സ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കന്യകാത്വം ഞാൻ പോഡ്കാസ്റ്റിലൂടെ കളയും സുഹൃത്തുക്കളെ. എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് കന്യകാത്വം ഞാൻ പോഡ്കാസ്റ്റിലൂടെ കളയും സുഹൃത്തുക്കളെ. വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കണില്ലെങ്കിൽ എന്തെങ്കിലൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ അൺഫിൽറ്റേർഡ് അതൊന്നും നല്ലപോലെ അറിയാം. ഇത്രയും കാലം സംസാരിച്ചത് എന്താ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്റെ ബ്രദറാണ് ഞാനും കയറും അതിന്റെ കൂടെ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഹസ്സ കിച്ചൺ എന്ന് പറഞ്ഞ ഏതൊരു ഷോപ്പാണ് ഗൈസ്. സനു ബ്രോ, ഓ നമസ്കാരം. നമസ്കാരം, സന്തോഷം. മാമൻ 2-3 പല്ലൊക്കെ എവിടെ പോയി? 2-3 പല്ലാണ്, വയസ്സ് 60 ആയെന്ന്. ആഹാടാ, എന്നിട്ട് സ്മാർട്ട് ആണല്ലേ. സന്തോഷമാ കണ്ടതില്. ശരി, പോയിട്ട് പോയോ? ഹസ കിച്ചണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ എല്ലാം വരുന്നുണ്ട്. ആണോ? ഇതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? സ്റ്റിച്ച് അല്ല, അത് ഏതൊക്കെ ഫ്രെയിം വേണമെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അത് പണി കൂടുതലല്ലേടാ? ആണല്ലേ? ഇവിടെ നല്ല ഫുഡാണ്. ബ്ലോഗർ ഓഫ് ദ കേരള #1. ഇവിടെ നല്ല ഫുഡാണ് അളിയ. പുട്ടും ബീഫും കിടിലാണ്. പത്തിരിയും ബീഫും കിടിലാണ്. മത്തി ചിക്കൻ കിടിലാണ്. പിന്നെന്തിനായിരുന്നു, നല്ല പൊറോട്ടയും പുട്ടൻ ബീഫും. ഇതിലെന്തെങ്കിലുമൊക്കെ എനിക്ക് തിന്നാൻ പറ്റുമോ? ഡയറ്റ് ആണല്ലോ. അൽഫാം. ആ, ഹലോ നമസ്കാരം. ഗുലേവക്കാവലി. ഗുലേവക്കാവലി എന്ന് പറഞ്ഞതാണ് ഏതൊരു സിനിമയുടെ ഡയലോഗടാ. അല്ല, കുംബാവോ. ഡയറ്ററി ആയിട്ടുള്ള ഒരു അൽഫാം കേട്ടിട്ടുണ്ട്. നിനക്കാ? എടാ നിനക്ക് നീ ഡയറ്റിലല്ലേ എടേ? ആ തരുന്നേ, അത് ഞാൻ സമ്മതിക്കുള്ളൂ. നീ അൽഫാം തിന്ന്. അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുകയാണ്. യവൻ വോൾക്കാനോ ചിക്കനും. നാളെ രാവിലെ ആകുമ്പോൾ അത് വോൾക്കാനോ ആവും. പിന്നെ ഞാൻ പത്തിരിയും ചിക്കൻ. സനി ദ ഫുഡ് ബ്ലോഗർ. നാട്ടിൽ വരുമ്പോഴാണ് സ്വാദിഷ്ടമായി കഴിക്കണത്. അപ്പം ഞാൻ കഴിച്ചോട്ടെ. സനി ഉണ്ടല്ലോ, വലിയ ഫുഡ് ബ്ലോഗറാണ്. പൊറോട്ടയാണ്, കിഴി പൊറോട്ട. ഞാൻ കഴിക്കുന്നത് നിധി പൊറോട്ടയാണ്. നിധിയിനകത്ത് ബീഫ് കറി ഉണ്ട്, മുട്ടയുണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവര് കഴിക്കുന്നതിന്റെയൊക്കെ ടേസ്റ്റ് എല്ലാം മുട്ട ഉണ്ടോന്ന് എനിക്കറിയാം. വരുമ്പോ കാണാം. എന്തിനായിരുന്നു മുട്ട? കുട്ടൻ തേങ്ങാപ്പാലും പോയി പൊറോട്ട. ഇത് ജിമ്മിൽ പോകുന്നവര് ഇത് വെച്ച് യൂസ് ചെയ്യാം. ഭയങ്കര വെയിറ്റ് ആണ്. യവൻ എന്തോന്നോ മറ്റേ ഇത് വെച്ച് ഇങ്ങനെ നല്ല വെയിറ്റ്. പക്ഷെ നല്ല കനോടാ.
ആംബിയർ എനിക്കുണ്ട്, പക്ഷെ കുറെ നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണമല്ലോ എന്ന് ആലോചന. പക്ഷെ 16mm വേണ്ട കൊള്ളാം കേട്ടോ. ക്യാനൻ്റെ ഒരു വലിയ മുതുക് ക്യാമറ വെച്ചാണ് നമ്മുടെ കേസി വ്ളോഗ് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴത്തേക്കാണ് എനിക്കൊരു ആഗ്രഹം വന്നത്, പക്ഷെ ഇതിന് ഇത്ര കിടിലുമായിട്ടൊക്കെ കിട്ടുമോ സാധനം. അങ്ങനെ ഞാൻ എൻ്റെ ബജറ്റ് വെച്ചിട്ട് അന്ന് 36,000 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ക്യാനൻ്റെ മറ്റേ M50 എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു ക്യാമറ, അവര് മാർക്ക് 1 ആയിരുന്നു. ആ മിറർലെസ്സിലോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ, നേരെ R സീരീസ് ഒന്നുമില്ല, പണ്ടത്തെ കാര്യമുള്ളത്. അതും ഒരു മാക്ബുക്കും ചേർത്തങ്ങ് വാങ്ങിച്ചേ. അച്ഛനോട് പൈസ തന്നായിരുന്നു. അത് യൂസ് ടു ആയതിനു ശേഷമാണ് ഇതിലോട്ട് മാറിയത്. അത് യൂസ് ടു ആയതിനു ശേഷമാണ് ഇതിലോട്ട് മാറിയത്. അപ്പൊ അതും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഐഫോൺ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇതും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഐഫോണും. രാവിലെ ഐഫോൺ, രാത്രി iOS. അതാണ് എന്റെ കണക്ക്. ഫുഡുകളൊക്കെ മതി. ഇതാണ് എന്റെ ലാവ ചിക്കൻ. സനി ബ്രോ, ഇതെന്താ? നിധിയാണ്, നിധി. ചിക്കൻ നിധിയായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ ഇവരുടെ പൊറോട്ടയുടെ ഇടയിൽ. പിന്നെ മുകളില് ബീഫ്. പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൂ പോലെ ആവിച്ച് ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ സോക്കായിട്ടില്ലേ, ബീഫൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞു പോകണം. ഏതാ തിന്ന നീ? അത് ഒരു കഷ്ണം ഇച്ചിരി ഒരു സ്പൂൺ ഇടാം. സ്നേഹത്തോട് തരുന്ന ഒന്നും വേണ്ട എന്ന് പറയരുത് എന്നാണ് ശാസ്ത്രം. ആണല്ലേ? ഇത്രേ കൊടുക്കുന്നുള്ളൂ. അവന് അതിൽ വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവന് ഒരു വികാരം പൊട്ടി മുളയ്ക്കുന്നതായിരിക്കും. ഓക്കെ സാ, കൊഴുപ്പും ബീഫും കൂടെ വെമ്പ സാധനം. ഇതാണ് ലാവ ചിക്കൻ. ഇതെങ്ങനത്തെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓർഡർ ചെയ്തതാണ്. ഓ ചൂട് 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 ചൂട്. ആ ചൂട് ചെറുതായിട്ട്. ഓ അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ആവി പറക്കണ സാധനം കേട്ടാ. ഇതെന്തിനാണ് ഇത്ര ഗ്രേവി? ഇതാണ് എൻ്റെ ഡിന്നർ. സൂപ്പർ ടേസ്റ്റ് സാധനം ഗൈസ്, സൂപ്പർ സാധനം. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഇനി ഇത് കഴിച്ചതിന്റെ എനർജിക്ക് വേണം നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാൻ. ചുമ്മാ നിങ്ങൾ ഉറങ്ങാനൊന്നും പാടില്ല. കുറച്ച് കഴിച്ചാൽ മതി. 3 പൊറോട്ടയും ഒരു പീസ് ചിക്കനും കുറച്ച് ബീഫും ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ ഗൈസ്. മുട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, കളമശ്ശേരിക്ക് അടുത്ത്. ഇതൊക്കെയാണ് റേറ്റ്. പത്തിരിക്ക് 8, ചിക്കൻ കറിക്ക് 150, കുട്ടന് 250. ഞാൻ കഴിച്ച ലാവയ്ക്ക് എവിടെ? ലാവ കാണാൻ. ആ ലാവയ്ക്ക് 270, നിധിക്ക് 250. റീസണബിൾ ആണല്ലോടാ. എടാ, നിന്നെ റീസണബിൾ അല്ലാത്ത കടയിൽ ഞാൻ കൊണ്ടുപോകൂ. സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പോലെ. അടുത്ത പോഡ്കാസ്റ്റിൽ കൊണ്ടുവരണം. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് പറക്കും ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സുരേഷ് ഗോപി ചേട്ടന് ഇഷ്ടമാണ്. എന്തെങ്കിലും പോഡ്കാസ്റ്റിൽ ചേട്ടനെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇറ്റ് വുഡ് ബി ആൻ ഓണർ ടു ഹാവ് ഹിം. സോ ഇതാണ് ഗൈസ് പോഡ്കാസ്റ്റ് ഉള്ളതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമിനൻറ്റ് പേഴ്സണാലിറ്റീസിനെ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എനിക്കിഷ്ടമുള്ള വേറൊരാൾ ശശി തരൂരാണ്. എൻ്റെ വ്ളോഗ് തുടങ്ങി എൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ എപ്പിസോഡിൽ ശശി തരൂർ സാറിനെ ഞാൻ വളരെ യാദൃശ്ചികമായിട്ടൊരു ബാർബിക്യൂ നേഷൻ്റെ ഇനോഗ്രേഷൻ വെച്ച് കാണുന്ന ഒരു സീനുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ട് അല്ല പോഡ്കാസ്റ്റിൽ ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് അങ്ങനെ ഇരിക്കും. ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് അങ്ങനെ ആക്കാം. മതി, നമുക്ക് സെറ്റ് ആക്കാം. എടാ ഞാൻ മനസ്സിലായി, നമുക്ക് റെഡിയാക്കാം. അത് എടാ ഞാൻ പറയായിരുന്നു. എനിക്ക് വേറൊരു കാര്യം അല്ലെങ്കിലും നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വ്ളോഗ്, അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആണെന്ന് നിനക്ക് തോന്നിയാൽ നീ അത് ചെയ്യാം. മനസ്സിലായോ? ആ സജഷൻ ഞാൻ എടുത്തിരിക്കുന്നു. നിനക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് എടുത്ത സാധനം കൊള്ളാം. ഫോർ എക്സാമ്പിൾ സനി ബ്രോയുടെ ബർത്ത്ഡേ വ്ളോഗ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പൊ നീ ചെയ്യാം ഗൈസ്. ഇനി ഞങ്ങൾ എടുക്കാമല്ലോ മാമ. ഇങ്ങോട്ട് ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നത്. ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോഡ്കാസ്റ്റിലോട്ട് പോവാം ഗൈസ്. അപ്പം ഫോട്ടോഗ്രാഫർ ഷാസെത്തിയിരിക്കുകയാണ്. അവൻ്റെ വീട് എവിടാ? എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട. മക്കളൊക്കെ എന്ത് ചെയ്യണം? മക്കളൊക്കെ കെട്ടിച്ച്, ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. ആണോ? ഇപ്പൊ ആരുടെ കൂടെ താമസം? ഒറ്റയ്ക്കാണോ? ഇവിടെ നമ്മുടെ ചിരി. ഓക്കെ, താങ്ക് യു. ശരി മാമ, പോയിട്ട് വരാം. ബൈ.
അപ്പോൾ ഇനി ഞങ്ങൾ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലോട്ട് പോട്ടെ ഗൈസ്. ഇരുട്ടുന്നതിന് മുന്നേ എടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എടാ അത് കാൽറ്റസ് പോഡ്കാസ്റ്റടാ. വന്നാലും എൻ്റെ ഗസ്റ്റുകളെ, ഓണറബിൾ ചീഫ് ഗസ്റ്റുകൾ പ്ലീസ് ആഗതരായാലും. അയ്യോ അർജുനെ, എടാ ഗസ്റ്റുകൾ വന്നിരിക്കണു. ഹലോ, ഇതാണ് എൻ്റെ എളിമയാർന്ന സ്റ്റുഡിയോ. കാർത്തിക് സൂര്യ അൺലീഷ്ഡ് എങ്ങനെയുണ്ടാ? 2 മണിക്ക് എന്തായിരുന്നു 2 മണിക്കെന്നാ? സോറി സനുബ്രോ എങ്ങനെയുണ്ട്? സെറ്റാണ്? എങ്ങനെയുണ്ടാ? കംഫർട്ടബിൾ അല്ലേ? എടാ എന്താടാ ഇവിടെ പുതിയ ലൈറ്റ് വന്നല്ലേ? ആ അയ്യോടാ, അത് ഉച്ചയിലടിക്കുമ്പോഴത്തേക്കും കഷണ്ടി കാണൂ. ആ ഓ ബുദ്ധിമാൻ. അപ്പൊ എവന്റെ കഷണ്ടിയെ കാണുള്ളൂ. എന്നെ കഷണ്ടി ഉണ്ടാ? ഇല്ലല്ലേ? ഇപ്പൊ ഇല്ല, കുറച്ച് വരും. ചുമ്മാ കംപ്ലീറ്റ് നിങ്ങൾ പുതിയതാക്കിയല്ലേടാ, നന്നായി. ഇതെന്തിനാണ് ഈ ലൈറ്റിന്റെ പേർ പറയണ പേര്? ലാൻഡേൺ ലൈറ്റ്സോ? സനുബ്രോ ഇവിടെ? ആ സനുബ്രോ വാ. എടാ ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് അറിഞ്ഞൂടാ, നീ എന്തിനാ എഡിറ്റർ ആണോ? ഫോണൊന്നും വേണ്ട, സനുബ്രോ വാ. ഓക്കെ, ടെൻഷനാണ്. ഒരു 5 മിനിറ്റ് എനിക്ക് നമുക്ക് ബ്രീത്ത് ചെയ്യാം. നമുക്ക് സമയമുണ്ട്. ആ കംഫർട്ടബിൾ ആണോ? നിനക്ക് 2 ഉണ്ട വേണോ? 1 ഉണ്ട മതിയോ? നടുവിൽ വെക്കാൻ മതിയല്ലേ? ഓ എവിടെ വേണോ വെച്ചോ സനുബ്രോ? വേണ്ട. അപ്പോ ഗസ്റ്റുകൾ സെറ്റ് ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഇനി ഞങ്ങൾ വേണോ? സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വൽ അല്ലേ സനുബ്രോ? എനിക്ക് ഒരുപാട് കുറവുണ്ട്, എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും, ഞാൻ നേരത്തെ വ്ളോഗിലും ഈ ഇടയ്ക്ക് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണേ, ഇതിപ്പോ എനിക്ക് നിന്നെ അറിയാന്നുള്ളതുകൊണ്ടും പറയുന്നതല്ല. ഷാസിന്റെ വ്ളോഗ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഷാസിന്റെ തന്നെ ചോദിച്ചാൽ പറയാം അവന്റെ ഫേവറേറ്റ് സാധനം ആ ഒരു സാധനം. ഞാൻ മറ്റേ ഐപാഡിൽ നീ വരച്ചു കൂട്ടി പ്ലാൻ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ലേ. എല്ലാവർക്കും നമ്മളെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് അങ്ങനെ എന്റെ ആയിരിക്കാണ് സുഹൃത്തുക്കളെ. സനുബ്രോ എൻജോയ് ചെയ്തില്ലേ? ഞാൻ അവസാനം പറഞ്ഞ പോലെ തന്നെ ഇനി എന്നെ വിളിക്കരുത്. ഒരു വർഷത്തേക്ക് പറയാനൊന്നുമില്ല. ഞാൻ കഴിഞ്ഞടാ, ഒരു ഓപ്പൺ പുസ്തകമായി ഞാൻ. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈം വേറെ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്ത് തറലി. ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇല്ലടാ. നമ്മൾ എന്തൊക്കെ ഇത് സത്യം പറഞ്ഞ ഇന്ന് കാർത്തിക് സൂര്യ അൺലീഷ്ഡ്, ഇത് സനുബ്രോ അൺലീഷ് ചെയ്യിക്കാൻ പോയിട്ട് ആദ്യത്തെ തൊലച്ച് പണ്ടാണക്കി വെക്കുക. അപ്പൊ താങ്ക്സ് ഫോർ അൺലീഷിംഗ് എന്റെ ഉള്ളിലെ എന്നെ അൺലീഷ് ചെയ്ത് താങ്ക്സ് സോ മച്ച്. വെൽക്കം സനുബ്രോ. ഒരാളെ സജസ്റ്റ് ചെയ്ത സെയിം പേരാണ് ഇത്. ഫുഡ് അടി എന്തോ വിത്ത് സനുബ്രോ, സെയിം സാധനം. കാർത്തിക് സൂര്യ ഞാൻ ഫീച്ചർ ചെയ്യാണ് സനുബ്രോ. ഞാൻ ഫീച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് സനുബ്രോ. ഞാൻ എന്തായാലും ഒന്ന് ധൈര്യം വരട്ടെ ഗൈസ്. വരും ഞാൻ അടിപൊളി എൻജോയ് ചെയ്തില്ല. അപ്പൊ ഗൈസ് ഇത് വരുന്ന സൺഡേ റിലീസ് ആവുന്നതായിരിക്കും രാവിലെ 10 മണിക്ക്. അപ്പൊ ഇത് കുറച്ച് നീണ്ടതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഇത് എല്ലാരും അങ്ങ് എത്തുമെന്ന് തന്നെ. ഇതൊരു മാരത്തോൺ ഓട്ടം ആയിരിക്കും അല്ലേ? ഇല്ല ഒരൊറ്റ പാർട്ട് കാണണേ കണ്ടത് ആൾക്കാര്. ബട്ട് ഇതില് ഞാനും ഇവരൊക്കെ ഒരുപാട് മനസ്സോടെ സംസാരിച്ചു. ഞാനൊക്കെ ദുബായിൽ നിന്നും വന്നത് ഇതിനല്ല. അത് അങ്ങനെ നീ പറഞ്ഞത് അല്ല, ഞാൻ വന്നപ്പോ നീ ചുമ്മാ പറഞ്ഞപ്പോ ഞാൻ വന്നു. കുറച്ചു പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സനുബ്രോ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഹൈലി റിലേറ്റബിൾ ആണ് കേട്ടോ. ഹൈലി റിലേറ്റബിൾ ആണ്. അതുപോലെ ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്, അത് ഒരു ഡിഫറെന്റ് ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആണ്. അപ്പോ ഇന്നത്തെ വ്ളോഗും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എന്തോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാർത്തിക് സൂര്യ അൺലീഷ്ഡ് പോഡ്കാസ്റ്റ് കേൾക്കാറില്ലെങ്കിൽ കേൾക്കുക. എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ പിന്നെ നമ്മുടെ ചങ്കുകളാണ്, നിങ്ങൾ എനിക്കറിയാം, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ലവ് യു ഗൈസ്, ലവ് യു സനുബ്രോ, ലവ് യു ഷാസ് ബ്രോ, ആൻഡ് ബൈ ബൈ, ഡെയർ ടു ഡ്രീം,
അടുത്ത വീഡിയോ കാണാം. ഇന്ന് മറ്റേ എൻഡിങ് എടുക്കും ഗൈസ് ഞാൻ. കാരണം ഇന്ന് ഞാൻ വല്ലാണ്ട് ചെയ്തു പാടാളിയപ്പാ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഞാൻ ഇങ്ങനെ എൻഡ് ചെയ്യും, അല്ല ഇന്നത്തെ എന്റെ വ്ളോഗ് എങ്ങനെ എൻഡ് ചെയ്യും. അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഗൈസ്. ഷാസു ഇപ്പൊ എൻഡ് ചെയ്യട്ടാടാ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ